A day out with me, daily. ഹലോ ഗൈസ്, നമുക്ക് നട്ടപ്പാതിരിക്കൊന്ന് പുറത്തൊക്കെ പോയാലോ? വെറുതെ ഫോണിൽ നോക്കി കഥ പറഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഒരു തലയ്ക്ക് വെളിവില്ലാത്തവൻ അവിടെ ഒരു പേപ്പർ ഇട്ട് പൊട്ടിക്കുന്നത്. അതും കേട്ട് ഞെട്ടി ഞാൻ പണ്ടാരടങ്ങി ഇങ്ങനെ കാറി കൂവി നടന്നു വരുമ്പോഴാണ് അവിടെയുള്ള ചേട്ടന്മാർ ഇത് ഏതായി വിചിത്ര ജീവി എന്നും പറഞ്ഞുകൊണ്ട് എന്നെ നോക്കുന്നത്. അവിടുന്ന് നടന്ന് പിടിച്ചതാ നമ്മളിപ്പോ പെട്രോൾ പമ്പിന്റെ അവിടെ എത്തി. ഇനിയാണ് മെയിൻ സ്ഥലം. ഇതാണ് നമ്മൾ വരാനിരുന്ന മന്തിക്കട. ഞാൻ ഇവിടുന്നാണ് സ്ഥിരമായിട്ട് മന്തി മേടിക്കുന്നത്. മന്തി ഓർഡർ പറഞ്ഞിട്ട് ആ ചേട്ടൻ അത് എടുക്കാൻ പോയ സമയത്ത് ഞാൻ ക്യാമറ നോക്കി കാക്രി കോക്രി കാണിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് വയ്യ, എൻ്റെ അത്ര ലുക്ക് വേറെ ആർക്കും ഇല്ല. അത് കഴിഞ്ഞ് മന്തിയും മേടിച്ച് ഇനി നമുക്കൊരു ചായ കുടിക്കാം. വീണ്ടും ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കൂടെ ചായം കുടിച്ച് വരുമ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ഇപ്പം ചായക്ക് 10 രൂപയല്ല 14 രൂപയാക്കി. ഇതാണ് ഗൈസ് ഞാൻ ചായ കുടിക്കുന്ന ആ ചായക്കട. കണ്ടോ, അവിടെ ചായ അടിക്കുന്ന ചേട്ടനാണ് എനിക്ക് ചായ എടുത്ത് തന്നത്. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഊഞ്ഞാലാടാൻ പോയേക്കാന്ന്. ഊഞ്ഞാലാടാൻ പോയപ്പോൾ ഈ ഊഞ്ഞാലാണെങ്കിൽ കറങ്ങി വേറെ ഏതോ ദിശയിലോട്ടൊക്കെ കറങ്ങുന്നു. പിന്നെ വഴിയെ പോകുന്ന ചേട്ടന്മാർ ചേച്ചിമാർ എന്നെ നോക്കി നിൽക്കുക, ഇതെന്താ ഈ കൊച്ച് കാണിക്കണേന്ന്. അവിടെ ഇരുന്ന് പതുക്കെ കാറ്റൊക്കെ കൊണ്ടപ്പോഴാണ് എൻ്റെ ഉള്ളിലെ കവി ഉണർന്നത്. അങ്ങനെ കവിതകളായി പാട്ടുകളായി. പിന്നെ നാട്ടുകാർ കഞ്ചാവാന്ന് വിചാരിക്കണ്ടല്ലോ എന്നോർത്ത് പതുക്കെ ഊഞ്ഞാലെ ടാറ്റയൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ പോകും. പിന്നെ വഴി വെച്ചിട്ട് പിതാച്ചിയെ കണ്ടപ്പോൾ പിന്നെ ഞാൻ പുള്ളിയിലൂടെ അങ്ങ് വീട്ടിലോട്ട് പോകുന്നു. വീട്ടിൽ ചെന്നിട്ട് ഞാൻ മന്തിയൊക്കെ അഴിച്ച് തിന്നാനായിട്ട് വരുമ്പോഴാണ് ഇവിടെ ആരാണ് നിൽക്കുന്നത്? നമ്മുടെ മിക്കുമോൾ. അവൾ എനിക്കും തരുമോ എന്ന് ചോദിച്ചിട്ട് അവൾ ഇങ്ങനെ നിൽക്കുക, കൂടെ അവളുടെ മോനും. അവർ രണ്ടുപേരും കൂടെ നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് തിന്നാതിരിക്കാൻ പറ്റുള്ളൂ. അവർ കുടുംബപരമായിട്ട് എല്ലാവരും കൂടെ ചുറ്റിനും വന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരെ കാണിച്ചുകൊണ്ട് മയോണൈസൊക്കെ ഒഴിച്ച് കുഴച്ച് പതുക്കെ ഇങ്ങനെ തിന്നാൻ തുടങ്ങുമ്പോൾ ആരാണ് നിൽക്കുന്നത്? നമ്മുടെ മിക്കുക്കുട്ടി. പിന്നെ അവർക്ക് കൊടുക്കാതെ പറ്റുമോ? പക്ഷെ ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ മണപ്പിച്ച് കൊതിപ്പിച്ചങ്ങ് വിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഈ മിക്കു കടിച്ചെടുക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഞാൻ വീട്ടിൽ കൊടുത്തിട്ടുള്ള ഗൈസ്. ഇനി ഞാൻ കഴിക്കുന്നത് കാണിച്ചു തരാം. Bye guys.